തേയിലക്കാടാൽ നയന മനോഹരമാണ് വയനാട്. തേങ്ങലടക്കാൻ ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സെ. ബുള്ളറ്റ് മാനുമാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിൽ മേപ്പാടിയിൽ നിന്ന് പോന്നിട്ട് നെല്ലിമാളം എന്നുള്ള സ്ഥലത്താണുള്ളത് കേട്ടോ. ഞങ്ങളൊക്കെ കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് ഇന്നൊക്കെ സത്യത്തിൽ 100 ദിവസം കഴിഞ്ഞിട്ടോ നമ്മളെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ പെട്ട ആളുകൾക്ക് വീട് നിർമ്മിക്കുന്ന വർക്കാണ് നാസർ മാനിക്കാൻ്റെ കീഴിൽ, അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ കീഴിലൊക്കെ വീടുകൾ നിർമ്മിക്കുന്ന അതായത് നാസർ മാനിക്ക ചുക്കാൻ പിടിക്കുന്ന ആ ഒരു വർക്കിൻ്റെ വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ അന്ന് നമ്മൾ തറക്കല്ലിട്ട് പോയതായിരുന്നു. ഇന്ന് അതിൻ്റെ വർക്കുകൾ ഏകദേശമൊക്കെ തുടങ്ങിയപ്പോൾ ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളന്ന് 27 വീടിന് തറക്കല്ലിട്ടു എന്ന് പറയില്ലേ, ആ 27 വീടിന് തറക്കല്ലിട്ട് ആ ഒരു സ്ഥലവും അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലായിട്ടാണ് വർക്കുകൾ നടക്കുന്നത്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഒരു സൈഡിൽ നമുക്ക് ഈ ഈ മൺകട്ടകളാണ്, സിമൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള മൺകട്ടകൾ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റണം ചെങ്കല്ലുകളാണ്. അതായത് രണ്ട് കമ്പനികളായിട്ടാണ് കേട്ടോ. നമുക്കിവിടെ ബോർഡ് കാണാൻ പറ്റുന്നുണ്ടാവും. ഹൈഫ് ഇന്ത്യ പ്രൊജക്റ്റ്. അപ്പോൾ ഈ ഒരു കമ്പനിയാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ജോലി നടക്കുന്നത്. അന്ന് നമ്മൾ നാസർ മാനിക്ക MLA, ബഹുമാനപ്പെട്ട സിദ്ദീഖ് MLAൻ്റെ കീഴിലൊക്കെ തറക്കല്ലിട്ട് പോയിട്ടുള്ള വീഡിയോസൊക്കെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഏകദേശം 900 സ്ക്വയർ ഫീറ്റാണ് വീട് എന്ന് പറഞ്ഞത്. അതായത് എല്ലാവർക്കും ഈ ഒരു സെൻട്രലിലൂടെ റോഡ്, 2 സൈഡിലായിട്ട് വീടുകൾ. അതുപോലെ തന്നെ ഇത് ഓരോ വീടിനും അതിൻ്റേതായിട്ടുള്ള കോർട്ട്യാർഡ് മുറ്റം കൊടുത്ത് സൈഡിൽ മതിൽ കെട്ടിയിട്ട് വളരെ ഭംഗിയാവട്ടെ. നമ്മളിപ്പോൾ ഫൈനലി ഇൻഷാ അല്ലാഹ് എല്ലാ വീഡിയോസും കാണിക്കും. പിന്നെ ഇതിന് ഏകദേശം ഡിൻഡിലായിട്ടുണ്ട്. ബാക്കി അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തറ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കോൺക്രീറ്റ് ആണ്, തികച്ചും കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് ചെയ്തിട്ടാണ് തറ കെട്ടിയിട്ടുള്ളത്. സാധാരണ നമ്മൾ കല്ല്, ചെങ്കല്ല്, അതുപോലെ തന്നെ കരിമ്പാറൊക്കെയാണ് ഉപയോഗിക്കൽ. പക്ഷേ ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് തറ കെട്ടിയിട്ടുള്ളത്. നല്ല ഉറപ്പിൽ തന്നെയാണ് കേട്ടോ. 4 മാസം കൊണ്ട് പണി തീർക്കാം. ഏകദേശം നമ്മളെ ഈ ദുരന്തം കഴിഞ്ഞിട്ട് 100 ദിവസം കഴിഞ്ഞ്. ആ ഒരു 100 ദിവസമായപ്പോൾ തന്നെ നാസർ മാനിക്കാൻ്റെ കീഴിൽ നടക്കുന്ന ഈ ഒരു പ്രവർത്തികൾ, അതിന് സഹായിച്ചിട്ടുള്ള ആളുകൾ, അവരൊക്കെ അഭിനന്ദിക്കേണ്ടതും അതുപോലെ തന്നെ അതിനൊക്കെ അർഹതമായിട്ടുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരവസരം കൂടിയാണ്. കാരണം വളരെ മനോഹരമായിട്ടുള്ള വീടുകളാണ് 27 വീടുകൾ. ഇവിടെ കുറച്ച് താഴ്ചയിലാണ് കേട്ടോ. ഇവിടെ സ്റ്റെപ്പുകളായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? സ്റ്റെപ്പായി നല്ല വെയിലുണ്ട് കേട്ടോ. സ്റ്റെപ്പായിട്ടാണ് വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. താഴെ ഭാഗത്തായിട്ട് കിണറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഈ സൈഡിലും 2 സൈഡിലായിട്ട് 27 വീടുകൾ. വളരെ തകൃതിയായി തന്നെ, അതായത് ദ്രുതഗതിയിൽ തന്നെ നമ്മളെ വീടിൻ്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കിണറിൻ്റെ വർക്കൊന്ന് കാണിച്ചു തരാം. അതും ഞാനിവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത് കിണർ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്ത് റിങ് റെഡിമെയ്ഡ് അല്ല, അവിടുന്ന് ഓൺ വെൽറ്റാണ്. അത് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. കാണിക്കാം. നല്ല വെയിലാണ്. നമ്മൾ പണിക്കാരൊക്കെ ആകെ ക്ഷീണിച്ചു കേട്ടോ. കിണറിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അവിടെയൊക്കെ നമ്മൾ മേലെ കണ്ടപ്പോൾ ഒക്കെ ഹിന്ദിക്കാരായിരുന്നു. ഇപ്പം നമ്മൾ മലയാളികളാണ്. ഏട്ടൻ്റെ പേരെന്താ? മണിയോ? എവിടെ സ്ഥലം? ഇവിടെ തന്നെ ചുണ്ടല. ഭക്ഷണം കഴിച്ചോ? ഓക്കെ ബായ്. ഹിന്ദി കഴിക്കാ? മലയാളോ? എന്താണ് ആ കാതുത്തതും കഴുത്തിലൊക്കെ കണ്ടപ്പോഴേ. കാരണം ബസ്സിൽ മാത്രമേ ഇപ്പം ഹിന്ദിക്കാരില്ലാത്തുള്ള സ്ഥലത്തിൻ്റെ സ്ഥലം പേര് പറയാൻ കിട്ടാത്തോണ്ടേ. എങ്ങനെ? നൗഫൽ അസീസ്. പടത്തന്നെ റബ്ബൻ്റെ പേരെന്നാണല്ലോ. അപ്പോൾ എത്ര കോലായുണ്ട് ശരിക്ക്? 5 മീറ്റർ വെള്ളം താഴത്തേക്ക് അല്ലേ? നല്ല വെള്ളം. അപ്പോൾ ഈ വീട്ടുകാർക്ക് എല്ലാവർക്കും വെള്ളം ഉണ്ടാവും ശരിക്കും അല്ലേ? തന്നെ അതെങ്ങനെ താഴത്തെ വെള്ളം? ഓക്കെ ഞാൻ ഇവിടെ നിന്ന് കയറട്ടെ ഗൈസ്. ഓക്കെ ഞാൻ കയറാം.
അല്ലാ മാഷാ അല്ലാ. ഇങ്ങോട്ട് നോക്കി. പിന്നെ ഇത് ഫുള്ളായിട്ട് താഴ്ന്നത് തന്നെ കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ കോൺക്രീറ്റ് പിന്നെ ആ ആ. അപ്പോൾ ഈ സിമെന്റ് ചാടുന്നതൊക്കെ ഇനി വെള്ളം ഒഴിവാക്കുമല്ലോ അല്ലേ? ഈ എങ്ങനെ മനസ്സിലായി? ഈ ഫില്ലറോ റിങ്ങോ അതെങ്ങനെ ഇങ്ങനെ കുഴിച്ച് അങ്ങനെ പോകൂലേ? ആ പിന്നെയും വാർക്കും. അങ്ങനെ തന്നെ റിങ് പോണതല്ലേ? അപ്പൊ ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് പോണതനുസരിച്ച് റിങ് വാർത്ത് താഴത്തേക്ക് കൊണ്ടുപോവാ. ആ ഓക്കെ ഗൈസ്, അപ്പൊ മനസ്സിലായത് നിങ്ങൾക്ക് സംഗതി? ഓക്കെ. അല്ല അപ്പോ പിന്നെ നമ്മൾ താവണ അനുസരിച്ച് സൈഡൊക്കെ നല്ല പോരും, താഴത്തേക്ക് പോരൂലേ? വരും. ഇപ്പൊ ഗ്യാപ്പിലൂടെ ഇവിടെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഈ ഗ്യാപ്പിലൂടെ റിങ് അങ്ങനെ ഇറങ്ങിപ്പോകും. ഏതായാലും കിണർ 2 സൈഡിലായിട്ടുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് ഒരു 1.5 ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ വർക്ക് നമ്മൾ കാണിച്ചു തരാം. അവിടെ തൽക്കാലം നിരത്തി ഇട്ടിട്ടുള്ളൂ, റോഡും ആയിട്ടുള്ള വർക്കുകൾ തുടങ്ങാനാണുള്ളൂ. ഇവിടെ നമുക്ക് തറകൾ, അതായത് ഒരു ഡൈനിങ് ഹാള്, പിന്നെ 2 റൂം, കിച്ചണൊക്കെ ആയിട്ടുള്ള ചെറിയ നമ്മൾ സാധാരണ ഒരു വീട് മാതിരി ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ വീട്. പിന്നെ പഞ്ചായത്ത് തലത്തിൽ നിന്നൊക്കെ ആളുകളെ, ഇതിനർഹമായിട്ടുള്ള ആളുകളെ ലിസ്റ്റ് എടുത്ത് തിരഞ്ഞെടുത്തിട്ടാണ് നമുക്ക് താമസ സൗകര്യം എന്നൊക്കെയാണ്. മാനുക്ക അന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ പിന്നെ ചെറിയൊരു തടസ്സം കാരണം വരാൻ പറ്റിയിട്ടില്ല. പ്രഷറായിട്ടുള്ള ആളുകൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ. നമ്മളെ തുടക്കത്തിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, ഈ തർക്കല്ലിടുന്ന കാര്യങ്ങൾ ഇതൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തുള്ള പിന്നെ നമ്മളെ ദുരന്തത്തെ അനുഭവിച്ചവർ, വീട് നഷ്ടപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെട്ടതായിട്ടുള്ള നമ്മളെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾക്ക് നിർമ്മിക്കുന്ന വീടിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ 900 എന്ന് പറഞ്ഞു, 750 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പൈപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഹാള്, പിന്നെ അതുപോലെ തന്നെ റൂം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സാധാ നോർമലി ഒരു ഓഫീസ് റൂം പോലെ, അതുപോലെ തന്നെ ഒരു ബെഡ്റൂം, പിന്നെ കോണിക്കൂട്, അതുപോലെ പിന്നെ ഇതാ ഒരു പിന്നെ കിച്ചണ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുകണത് ഇവിടെ ചെറിയൊരു ഒഴിവ് പോലെ ഇങ്ങനെ ഇട്ടിട്ട് ബാക്കി ഇനി ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. അടുക്കളയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് മാത്രം. ഇതൊക്കെ മതിൽ കെട്ടിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കും. ഏതായാലും വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മേൽത്തോണ്ട വഹിക്കുന്നവർ എല്ലാവർക്കും നമ്മൾ വീണ്ടും പറയാണ്. കാരണം പിന്നെ ഈ ഒരു ചൂരൽമല ദുരന്തത്തിൽ വീടും നാടും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പ്രവാസികളായിട്ടുള്ള ആളുകൾ, നാട്ടിലുള്ള ആളുകൾ, കച്ചവടക്കാർ, ഒരുപാട് ആളുകളുണ്ട്. ഇവിടെയൊക്കെ പടവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഒരു സ്ഥലം എടുത്ത് തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വ്യക്തമായിട്ട് കാണണ്ടാവുന്ന വിചാരിക്കണം അല്ലേ? നേരെ ഒരു ചർച്ച് കാണാൻ പറ്റും കേട്ടോ. റോഡ് സൈഡാണ് മൊത്തം. ഇതിലോട്ടൊക്കെ റോഡുണ്ട്. താമസിക്കാനൊരു ഷെഡൊക്കെ കെട്ടിയിട്ട് ഈ ഒരു റോഡ് കേട്ടോ. പിന്നെ വീഡിയോ അങ്ങനെ നടന്നിട്ടാണ് ഷൂട്ട് ചെയ്യണത് കേട്ടോ. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു റോഡ്, അത് റോഡ് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഒരു 1.5 ഏക്കർ സ്ഥലം എടുത്തിട്ടുള്ളത്. ഇവിടെയും കിണർ വെച്ചിട്ടുണ്ട്. ഈ കിണറ്റിൽ നമുക്ക് വെള്ളം കാണുന്നില്ല, അതിന് താഴ്ത്താനുള്ളതാവും. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു റോഡ് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? 2 സൈഡിലായിട്ടാണ് വീട് വരിക. പിന്നെ ഇതിൽ നമുക്ക് വെള്ളം ഇനിയിപ്പോൾ അത് റിങ് താത്തേണ്ടി വരും ചിലപ്പോൾ. ഇത് ഒരു 1.5 ഏക്കറിലാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെൻട്രൽ റോഡ്, അതുപോലെ തന്നെ 2 സൈഡിലായിട്ടും പിന്നെ വീടുകൾ. ഇതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് തമിഴ്നാട് അല്ലേ? തമിഴ്നാടിൻ്റെ വകയാന്ന് തോന്നുന്നു കേട്ടോ. ജമാഅത്തുൽ ഉലമ സാബി മുണ്ടക്കൈ ചൂരൽമല ഡിസാസ്റ്റർ കമ്മ്യൂണിറ്റി ഹാള് ഫൗണ്ടേഷൻ ആസ്റ്റോൺ ലേഡ് ബൈ ഓക്കെ സയ്യിദ് ജിഫ്രി മുത്തുത്തങ്ങൾ ഓക്കെ. എനിവേ സമസ്തൻ്റെ കീഴിൽ നടക്കണ പിന്നെ ഒരു കുറച്ച് 10 വീടുകളും ഒരു കമ്മ്യൂണിറ്റി ഹാൾ കേട്ടോ.
ഇവിടെ അവർക്ക്. കാരണം ഇതൊരു ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത പ്രദേശത്തൊക്കെ ആയിട്ട് വേറെ സ്ഥലം എടുത്തിട്ടിരുന്ന് കേട്ട് വീടുകൾ വരികയാണെങ്കിൽ ഇവർക്കൊക്കെ ഒന്നിച്ച് കൂടാനും ഒരു പിന്നെ മറ്റുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനൊക്കെ ആയിരിക്കണം നമ്മളെ. അതുപോലെ തന്നെ മൗലവി ഹാഫിസ് പി എ ഖാജ മൊഹിയുദ്ദീൻ ബാക്കവി അല്ലേ, പ്രസിഡന്റ് അൽ അഹ്ലുസുന്നത്ത് വൽ ജമാ തമിഴ്നാട് പിന്നെ ജമാ ഇതിൻ്റെ കീഴിലാണ് സയ്യിദ് മുത്തുക്കോയ തങ്ങളുടെ പേരും അതുപോലെ തന്നെ ഈ പിന്നെ ഹാഫിസ് ബി എ ഖാജ മൊഹിനുദ്ദീൻ. ഓക്കെ, പെട്ടെന്ന് വായിക്കാൻ കിട്ടണല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഇതും അത്യാവശ്യം നല്ല ഒരു ഇതാണ്, പിന്നെ നല്ലൊരു ഫ്ലോട്ടാണ് ശരിക്കും കാണുമ്പോൾ. ഇതും താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അങ്ങേ സൈഡിലായിട്ട് വയലാണ് കാണുന്നത്. മരങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് എത്രത്തോളം കാര്യങ്ങൾ പിടികിട്ടിയെന്നറിയില്ല. ഞാൻ പറഞ്ഞു നേരത്തെ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ തർക്കലിട്ട വീഡിയോ അതിൻ്റെ ചെറിയൊരു ഭാഗങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നല്ല മൺകട്ടുകൊണ്ടാണ് ഒരു സൈഡ്, പിന്നെ ബെൽറ്റൊക്കെ കെട്ടിയിട്ട് വളരെ സുരക്ഷിതമായിട്ട് തന്നെയാണ് കേട്ടോ വീട് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ആ സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു ഞാൻ, എങ്കിലും ഒന്നുകൂടി കാണിക്കുകയാണ്. കല്ലാണ്, പിന്നെ കല്ലിൻ്റെ വർക്കാണ്. 2 സൈഡായിട്ട് 2 കമ്പനികളാണ് ജോലി വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് കാണിക്കാം. പണി ഒന്നുകൂടി കഴിഞ്ഞിട്ട്. താങ്ക് യു. അസ്സലാമു അലൈക്കും.